ഡെസേർട്ട് സഫാരിക്കുള്ള ലാൻഡ് ക്രൂയിസർ ഇവിടെ വന്നത്. നമ്മൾ ഹോട്ടലിൽ വന്ന് പിക്ക് ചെയ്യും കേട്ടോ. നമ്മുടെ ഹോട്ടൽ ഇതാണ്, നമ്മൾ താമസിച്ച IBS ഹോട്ടലാണ്. ഇവിടെ നമ്മളെ വീട്ടിൽ വന്ന് പിക്ക് ചെയ്യും. അപ്പം നമ്മൾ ഡെസേർട്ട് സഫാരിയുടെ ഇങ്ങോട്ട് എത്തി കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു അരമണിക്കൂറോളം ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് സാധനം മേടിക്കുമോ അല്ലെങ്കിൽ മറ്റേ ആ ചെറിയ ഓടിക്കുന്ന അതൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കുറേ പരിപാടി. ആദ്യം ഉറക്കമെല്ലാം കഴിഞ്ഞ് എണീറ്റു. നമ്മളിവിടുന്ന് ഒരു അറബിക് തട്ടം മേടിക്കും കേട്ടോ. ഇതിനെങ്ങനെയല്ലേ പറയുന്നത്? ഇതിനെന്താ പറയുന്നത്? അറിയത്തില്ല കേട്ടോ, അറിയത്തോണ്ടാണ് നമ്മളെ പറയാത്തത്. നമ്മൾ മിന്നിൻ്റെ തലയിൽ ഈ അറബിക് തട്ടം കെട്ടിയിട്ടാ. ഇവരിവിടെ വന്ന് പറഞ്ഞത് 50 ഇതായിരുന്നു, AED ആയിരുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞ് 30ലേക്ക് എത്തിച്ചു. പക്ഷെ ഇത് നമ്മുടെ ഇതിനകത്ത് ഉള്ളതല്ല, ഇൻക്ലൂഡല്ല, സെപ്പറേറ്റ് ആയിട്ട് നമ്മളിത് വാങ്ങിയതാണ്. ഇതേപോലെ തന്നെ ഇപ്പം നമ്മുടെ കയ്യിലാ മറ്റേ ഇതിനെ ഫാൽക്കണ ഇരുത്തിയിട്ട് അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പൈസ കൊടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ ഡെസേർട്ടിലേക്ക് എൻ്റർ ആകുമ്പോൾ കേട്ടോ. അപ്പോൾ ടയറിൻ്റെ കാറ്റൊക്കെ കുറച്ച് അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. ആമി പെണ്ണെ എങ്ങനെയുണ്ടായിരുന്നു ഡെസേർട്ട് സഫാരി? ആമി എന്നെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അവളെ ഇറക്കിവിടെ ഇത് നോക്കിയേ. ഇപ്പം നമ്മുടെ ലാൻഡ് ക്രൂയിസർ ഇത് എവിടെ എങ്ങനെ കിടപ്പുണ്ട്, എന്താ ഭംഗിയല്ലേ. 20 15 में आएगा 20 में आनोड़ी. ओके वो निकालेगा फोटो, आप निकालेगा. ആമി ഇവിടെ മരുഭൂമിയിൽ കളിച്ചോണ്ടിരിക്കുകയാണ്. ആമി ആദ്യം വണ്ടി ഇങ്ങനെ നാടി എളിഞ്ഞപ്പോൾ പേടിച്ചു. ആദ്യം ഭയങ്കര ഒച്ച വെച്ചോണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ആമി ഒന്ന് പേടിച്ചു പോയി. അല്ലേ ആമി? വാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വായോ വായോ. ആമി ഇവിടെ കിടന്നൊരു കുപ്പി കണ്ടിപ്പൂടി കണ്ടിപ്പൂ. ഇത് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയാൽ മതി. ഇത്ര ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. അങ്ങനെയൊക്കെ ചെയ്താൽ മതി. മണ്ണ് വാരി മേത്തെറിയൊന്നും വേണ്ട കേട്ടോ. എന്താ ഡെസേർട്ട് സഫാരിക്ക് വന്നതാ അവർ കാന്താരി. നോക്കി കാന്താരി പെണ്ണേ. അപ്പം നമ്മുടെ ഡെസേർട്ട് സഫാരി കഴിഞ്ഞു. ഇനി ഡെസേർട്ട് ഡിന്നറുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ഈ ഫോർച്യൂണറിനാണ് കേട്ടോ പോകുന്നത്. ഇത് ഫോർച്യൂണറല്ലേ? ഫോർച്യൂണറിനാണ് പോകുന്നത്. ഇപ്പം നമ്മൾ നമ്മുടെ ക്യാമ്പിങ്ങിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടോ. റോയൽ ഈഗിൾ ക്യാമ്പ് ഇതിൻ്റെ പേര്. ഇനി ഭാഗത്ത് എങ്ങനെ ഉണ്ടാവും നോക്കാം. നമ്മുടെ ആമിക്കുഞ്ഞ് പേടിച്ചു കേട്ടോ, പേടിച്ച് കരയാൻ തുടങ്ങി. ആമിക്ക് ഡെസേർട്ട് സഫാരി അത്ര ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ പാക്കേജിൽ ക്യാമൽ റൈഡും ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ നമ്മുടെ കൊച്ച് കയറാൻ സമ്മതിക്കുന്നില്ല, അവൾ പ്രശ്നമാണ്. അതുകൊണ്ട് വേണ്ടല്ലേ? അതെ, എനിക്ക് പേടിയാണ്. കയറി കഴിഞ്ഞാൽ കൊച്ചിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആമി അപ്പം നമ്മളത് ഒഴിവാക്കി, കരച്ചിൽ നിർത്തിക്കോ, ഇനി കരയണ്ട. അപ്പോൾ നമുക്ക് അറബിക് ഡ്രസ്സും അതേപോലെ തന്നെ ഹെന്നയൊക്കെ ഫ്രീ ആട്ടോ. നമുക്കത് നമ്മളെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. വാ, ഹെന്ന എടുത്തുണ്ടോ നീ? ഹെന്ന ടാറ്റൂസ് ഉണ്ട് കേട്ടോ, നമുക്ക് അത് അടിക്കാം. ആമി നിന്റെ കയ്യിലാണ് അടിക്കുന്നത്. ആമി അതെടുക്കല്ലേ. ഇപ്പം മിന്നുവിൻ്റെ കയ്യിൽ ഹെന്ന ടാറ്റു അടിക്കട്ടോ.
കണ്ട അടിപൊളി സംഭവം. 5 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞു. ആമി അതൊന്നും എടുക്കല്ലേ, വാ. ഇത് ടാറ്റു കാണിച്ച്. ഇത് ആമിയുടെ കയ്യിൽ ടാറ്റു അടിച്ചു കേട്ടോ. നിങ്ങൾ രണ്ടുപേരും ടാറ്റു കാണിച്ച്. ഇത് നമ്മുടെ സ്റ്റാർട്ടർ കിട്ടി കേട്ടോ. ഇതെന്തുവാ, ഇത് പക്കാവട അങ്ങനത്തെ എന്തോ സംഭവം ഇത്. പിന്നെ ഇത് മധുരമുള്ള എന്തോ സംഭവം. നമ്മുടെ ആമിക്ക് ഇതൊന്നും വേണ്ട കേട്ടോ. ആമിക്ക് അതെ കോക്കോമേലം കിട്ടി, അവിടെ ഇരുന്നു. ഇത്ര നേരം ഇതിൽ ഓടി കളിക്കുമായിരുന്നു. വന്ന് ഇരുന്നൊന്നുമില്ല, 1 മിനിറ്റ് ഇരിക്കും. ഇപ്പൊ കാണായിരുന്നു എൻ്റെ ഓടുന്ന. പിന്നെ കാർട്ടൂൺ കൊണ്ടൊന്നും ആമീനെ പിടിച്ചെടുത്താൻ പറ്റൂല. നമ്മുടെ ആമിയുടെ വെല്ലി ഡാൻസ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഷോർട്ടായിട്ട് ഇടാം കേട്ടോ. ആമി ഡാൻസ് കളിച്ചായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. വെല്ലി ഡാൻസ് അടിപൊളിയായിരുന്നു. എനിക്ക് വേറെ ഒന്നും കുടയില്ലായിരുന്നു കേട്ടോ. അത് കൊള്ളാം, ഡാൻസ് അടിപൊളിയായിരുന്നു. സംഭവം ഇത്ര നേരം ഒന്നും ഷൂട്ട് ചെയ്യാൻ ഇത്ര ഉത്സാഹമില്ലായിരുന്നു. ഇപ്പൊ ഞാൻ നോക്കുമ്പോ ഫുള്ള് അവിടെ വെല്ലി ഡാൻസ് മൊത്തം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. തുടക്കം വരെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊന്നല്ല, എന്തുകൊണ്ടാണ് പിന്നെ അങ്ങനല്ല വന്നേ. അത് കൊള്ളാലോ. ഇനി അടുത്തത് നമുക്ക് ഫയർ ഫയർ ഷോ ഫയർ ഷോയും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിന്നർ. ഇതുകൂടെ കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോവാം. ഡിന്നറിൻ്റെ സമയമായി. ഇതെന്തോ മറ്റേ ബിരിയാണി റൈസാണ്. പിന്നെ ചിക്കൻ്റെ ഒരു കാലുണ്ട്, അതേപോലെ തന്നെ ചിക്കൻ കബാബ് അതുപോലത്തെ സാധനം. പിന്നെ കുറച്ച് സാലഡ് അധികം എടുത്തു. ഞാൻ കുറച്ച് സാലഡ് അധികം എടുത്തു കേട്ടോ. പിന്നെ ഇതേപോലെ സ്വീറ്റും ഉണ്ട്, ജിലേബിയും. ഇതെന്തോ അടി. ഓ, അന്നേരത്തേക്ക് ഇവിടെ എന്തോ പരിപാടി തുടങ്ങി കേട്ടോ. അപ്പം നമ്മൾ ഡെസേർട്ട് സഫാരി കഴിഞ്ഞു കേട്ടോ. അടിപൊളി പരിപാടിയായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് ഇച്ചിരി ബോറായിട്ട് തോന്നി, പക്ഷേ ലാസ്റ്റ് പരിപാടികളൊക്കെ അടിപൊളിയായിരുന്നു. നമ്മുടെ ബെല്ലി ഡാൻസും അതേപോലെ തന്നെ ഫയർ വർക്ക്, പിന്നെ അറബിക് കൾച്ചർ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പരിപാടി ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു എന്തായാലും. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയോടെ കൊണ്ട് അവസാനിപ്പിക്കുക കേട്ടോ.